വരാനിരിക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഏകകണ്ഠമായ സ്ഥാനാർത്ഥിയായി ഇന്ത്യ മുന്നണി മുൻ സുപ്രീം കോടതി ജഡ്ജി ബി സുദർശൻ റെഡ്ഡിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ നടത്തിയ പ്രഖ്യാപനം നീതിന്യായ മികവിനും സത്യസന്ധതയ്ക്കും പേരുകേട്ട ബി സുദർശൻ റെഡ്ഡി വെറും ഒരു സ്ഥാനാർത്ഥിക്കപ്പുറം പിന്തുണ സ്വീകരിക്കാൻ കഴിയുന്ന ഇന്ത്യ മുന്നണിയുടെ ശക്തമായ വ്യക്തിത്വ മുഖമാണ്. 1946 ജൂലൈ 8 ആന്ധ്രയിലെ കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സുദർശൻ റെഡ്ഡിയെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ഇന്ത്യ മുന്നണിയുടെ തീരുമാനം പക്ഷപാതപരമായ ഭിന്നതകളെ മറികടക്കാൻ കഴിവുള്ള കുറ്റമറ്റ നീതിന്യായ പശ്ചാത്തലമുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ സൂചനയാണ്. നോമിനിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസംഗത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുമെന്നും തികഞ്ഞ സമർപ്പണത്തോടെയും നിഷ്പക്ഷതയോടെയും രാജ്യത്തെ സേവിക്കുമെന്നും പ്രതിജ്ഞയെടുത്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒന്നിച്ച് തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കാൻ ജസ്റ്റിസ് റെഡ്ഡി ആവശ്യപ്പെട്ടു. രാജ്യം സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു നിർണായക ഘട്ടത്തിലാണ് ഈ നാമനിർദ്ദേശം. വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അനുഭവം, സ്ഥിരത, നിയമവാഴ്ചയോടുള്ള ബഹുമാനം എന്നിവയ്ക്കുള്ള മുൻഗണനയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. തെരഞ്ഞെടുക്കപ്പെട്ടാൽ വൈസ് പ്രസിഡന്റായി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയുടെ കാലാവധി ഓഫീസിന്റെ അന്തസ്സും അധികാരവും ശക്തിപ്പെടുത്തുമെന്നും നിർണായക പാർലമെന്ററി പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ വിപുലമായ നിയമവൈദഗ്ധ്യം വഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ 4 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ഒരു വിശിഷ്ട പദവി അലങ്കരിച്ച ഉടമയാണ്. തുടർന്ന് രാഷ്ട്രീയക്കാരുടെ അഴിമതിക്കെതിരെ ലോകായുക്തയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. NDAയുടെ CP രാധാകൃഷ്ണനെ നിർത്തുന്നതിലൂടെ തമിഴ്നാട്ടിൽ DMK പ്രതിസന്ധിയിലാക്കാനുള്ള ലക്ഷ്യത്തോടെ BJPയുടെ കുരുട്ടുബുദ്ധിയെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ഇന്ത്യ മുന്നണിയുടെ ബുദ്ധിപൂർണമായ നീക്കമാണിത്. ആന്ധ്രയിൽ നിന്നുള്ള സുദർശൻ റെഡ്ഡിയെ നിർത്തുന്നതിലൂടെ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെയും പാർട്ടിയെയും സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ. 1971 ആന്ധ്രാപ്രദേശിലെ ബാർ കൗൺസിൽ അഭിഭാഷകനായി ചേർന്നതിനു ശേഷം അദ്ദേഹം വളരെ വേഗത്തിലാണ് ഉയർന്നു വന്നത്. ആദ്യകാലങ്ങളിൽ അദ്ദേഹം പ്രധാനമായും റിട്ട്, സിവിൽ കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുകയും 1988 മുതൽ 1990 വരെ ഗവൺമെന്റ് പ്ലീഡറായും 1990 മുതൽ കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സ്റ്റാൻഡിംഗ് കൗൺസിലറായും സേവനമനുഷ്ഠിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം സർക്കാർ അംഗീകരിച്ചതാണ്. ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയുടെ ജുഡീഷ്യൽ നിയമനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രാവീണ്യത്തെയും സമർപ്പണത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. 1995 മെയ് മാസത്തിൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായ അദ്ദേഹം നിയമിതനായി. തുടർന്ന് 2005 ഡിസംബർ 5 അദ്ദേഹം ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായി. അവിടെ അദ്ദേഹം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയെ ബാധിച്ചിരുന്ന നിർണായക തീരുമാനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. 2007 ജനുവരി 12 സുപ്രീം കോടതിയിലേക്ക് ഉയർത്തപ്പെട്ടത് അദ്ദേഹത്തിന്റെ നീതിന്യായ യാത്രയുടെ പരകോടിയായി മാറി. 2011 ജൂലൈ 8 വരെ അദ്ദേഹം അവിടെ സേവനമനുഷ്ഠിച്ചു. സേവനകാലത്ത് ഇന്ത്യയിലെ ഭരണഘടനാപരവുമായ നിയമങ്ങളെ ഗണ്യമായി സ്വാധീനിച്ച സുപ്രധാന വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചതിലൂടെ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി ശ്രദ്ധേയനായി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് മാത്രമുള്ള ഗോത്ര അവകാശങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഭരണ വെല്ലുവിളികൾ എന്നിവ ഉൾപ്പെടുന്ന സങ്കീർണമായ കേസുകൾ കൈകാര്യം ചെയ്യുകയും ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ അദ്ദേഹത്തിന്റെ കാലാവധി എന്നും ഭരണഘടനയോട് ചേർന്ന് നിന്നിട്ടുള്ളതായിരുന്നു. കേസുകളെ കുറിച്ചുള്ള കൃത്യമായ അറിവും അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങളും പലപ്പോഴും നീതി, സുതാര്യത, ഭരണഘടനാ വ്യവസ്ഥകൾ പാലിക്കൽ എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ളതായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തി പ്രാപിക്കുമ്പോൾ ഈ പരിചയസമ്പന്നനായ നിയമജ്ഞന്റെ സ്ഥാനാർത്ഥിത്വം ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഉപരാഷ്ട്രപതിയുടെ പങ്കിനെ കുറിച്ചുള്ള ചർച്ചയെ എങ്ങനെ പുനർനിർമ്മിക്കുമെന്ന് കാണാൻ രാഷ്ട്രീയ നിരീക്ഷകരും നിയമവിദഗ്ധരും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. നീതിയും സമർപ്പണവും കൊണ്ട് അടയാളപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ കരിയർ ഉന്നത ഭരണഘടനാ പദവികളിൽ നിന്നും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDAയുടെ CP രാധാകൃഷ്ണനെ മറികടക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട പോരാട്ടമാണ്.